ഹൈ ഗേസ് വെൽക്കം ബാക്ക്. ഇന്നത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ മൂവ്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു. പിന്നീട് ഒരു സെല്ലിംഗ് ആണ് നടന്നിരുന്നത്. ആൻഡ് ഒരു വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് പിന്നീട് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരുന്നു, പ്രത്യേകിച്ച് ഒന്നും ഈ ഒരു വീക്കിൽ സംഭവിക്കാനുള്ള സാധ്യതകളില്ല. ഒരു 2 ദിവസം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വലിയ മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുകൂടാതെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ ഒരു വീക്കിലെ മാർക്കറ്റ് അനാലിസിസ് നിഫ്റ്റി ചെയ്യുവാണെങ്കിൽ മൺഡേയിൽ പ്രത്യേകിച്ച് വലിയ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ട്യൂസ്ഡേയിലും അതുപോലെ തന്നെയായിരുന്നു. ആൻഡ് വെനസ്ഡേ, തേഴ്സ്ഡേ പ്രത്യേകിച്ച് വലിയ മൂവ്മെൻറ്റോ കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, മൺഡേയിൽ ഏകദേശം ഒരു റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 80.82% മൺഡേയിൽ വന്നിട്ടുണ്ടായിരുന്നു. ട്യൂസ്ഡേയിൽ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 0.75%. വെനസ്ഡേയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 0.6%. ദെൻ തേഴ്സ്ഡേയിൽ നോക്കുവാണെങ്കിൽ ഏകദേശം മൂവ്മെൻറ്റ് 0.57%. അപ്പോൾ ഓരോ ദിവസവും ആ ഒരു റേഞ്ച് കുറഞ്ഞു വരുവാണ്. അതായത് ഓരോ ദിവസത്തിലോട്ട് വരുന്ന സമയത്തും നാരോ റേഞ്ചിലാണ് നിഫ്റ്റി ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെയിലി റേഞ്ചിൻ്റെ കാര്യമാണ് പറയുന്നത്, ഹൈ മൈനസ് ലോ വരുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും കുറഞ്ഞ് 0.82 ആണ്, പിന്നെ അതിൽ കുറഞ്ഞു വന്നു, പിന്നെ അതിൽ കുറഞ്ഞു വന്നു, പിന്നെ അതിലും കുറഞ്ഞു വന്നു. ഓക്കെ, സോ നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഓവറോൾ ഒരു ഷോർട്ട് റേഞ്ചിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതായത് വലിയൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യത, അല്ലെങ്കിൽ വലിയൊരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത കമ്മിങ് ഡേയ്സിൽ, മേ ബി നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. സോ ബ്രേക്ക് ഔട്ട് ലെവൽ നമുക്കൊന്ന് നോക്കാം, ഏതാണ് മെയിനായിട്ടുള്ള ബ്രേക്ക് ഔട്ട് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ വലിയ മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യത ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതുകൂടാതെ നിഫ്റ്റി, ഞാനിവിടെ 5 മിനിറ്റിൻ്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ചാനൽ പാറ്റേൺ കൂടി ഇവിടെ ഡ്രോ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ചാനലിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിഫ്റ്റി തടന്നുകൊണ്ടിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു ചാനൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. സോ ചാനലിൻ്റെ ടോപ്പ് ലെവൽ, ദെൻ ബോട്ടം ലെവലിൽ വന്നു, ദെൻ അഗെയിൻ വന്നു, ടോപ്പ് ലെവൽ റെസിസ്റ്റൻസ് എടുത്തു, താഴോട്ട് വന്നു. ഇന്ന് ഓപ്പൺ ചെയ്തതിൻ്റെ ടോപ്പ് ലെവലിലാണ്. ദെൻ സ്ലോലി താഴോട്ട് വന്നിട്ടുണ്ട്. ദെൻ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് വരാം, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് വരാം. അല്ല, രണ്ടിൽ ഏത് വേണമെങ്കിൽ സംഭവിക്കാം. ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റേഞ്ച് കുറഞ്ഞാണ് വരുന്നത്. സോ മേ ബി ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബിഗ് മൂവ്മെൻറ്റിനുള്ള സാധ്യതകളുണ്ട്. ഈവൻ എനിക്ക് പോലും കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് മാർക്കറ്റിലുള്ളത്. ഞാൻ എന്തായാലും നാളെ കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ടോ എന്നുള്ളത്. റൈറ്റ്, ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നാളെ ഞാൻ പ്രത്യേകിച്ച് ട്രേഡുകളൊന്നും എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നില്ല. ഈവൻ ഫ്രൈഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു നോ ട്രേഡ് ഡേ ആയിട്ട് നാളെ എടുക്കുവാണ്. കാരണം വെറുതെ നമ്മൾ ഇതുപോലുള്ള മാർക്കറ്റിൽ നോ ട്രേഡ് ഡേ എന്നത് ഇനീഷ്യലാണ്. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ മാത്രം, അത് വലിയ മൂവ്മെൻറ്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാനൊരു നോ ട്രേഡ് ഡേ ആയിട്ട് നാളെ ഞാൻ എടുക്കും. ആൻഡ് മൺഡേ എനിക്കൊന്ന് ഹോളിഡേ ആണ്, അല്ലേ, മൺഡേ ഹോളിഡേ ആണ്. ദെൻ ട്യൂസ്ഡേ നോക്കാം. നെക്സ്റ്റ് വീക്കിൽ പ്ലാൻ ചെയ്യുവാണ്. നല്ല മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. കാരണം നമുക്ക് ട്രേഡിങ്ങിൽ നമുക്ക് ആദ്യം വേണ്ട ഒരു കാര്യമാണ് പേഷ്യൻസ്. നമുക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റ് ആസ് എ ഡയറക്ഷണൽ ട്രേഡർ, ഓക്കെ, നമുക്ക് പേഷ്യൻസ് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ഡയറക്ഷണൽ ട്രേഡറിന് വേണ്ടത് നമുക്ക് മാർക്കറ്റിൽ വലിയ സ്വിംഗ് മൂവ്മെൻറ്റുകളാണ്, വിത്ത് നല്ലൊരു വൊളാറ്റിലിറ്റിക്ക് അനുസരിച്ചുള്ള മൂവ്മെൻറ്റ് വേണം. അപ്പോൾ നോൺ ഡയറക്ഷണൽ ഒരു ട്രേഡറിനെ സംബന്ധിച്ച് പ്രത്യേക എല്ലാ മാർക്കറ്റും ഒരുപോലെയാണ്. അവർ അത്യാവശ്യം ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഓപ്ഷൻ പ്രീമിയം ഔട്ട് ഓഫ് ദ മണി ആണെങ്കിലും സെല് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള മാർക്കറ്റൊക്കെ വളരെ ഈസി ആയിട്ട് അവർക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന മാർക്കറ്റാണ്. ബട്ട് ആസ് എ ഡയറക്ഷണൽ ട്രേഡർ എന്ന് അപ്പോൾ ഞാൻ ഡയറക്ഷണൽ ട്രേഡറാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവരും ഡയറക്ഷണൽ വ്യൂ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതുപോലുള്ള ട്രേഡ് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ കുറച്ചുകൂടി ബുദ്ധിമുട്ട് ഉള്ള ഒരു ദിവസമാണ് കഴിഞ്ഞൊരു 4 ദിവസം. ആൻഡ് നാളത്തെ ദിവസവും അങ്ങനെയുള്ള ദിവസം ആയിരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറയും നാളെ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി മൂവ്മെൻറ്റ്, സോ ഇപ്പം ഈ ഒരു ലെവൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ചാനലൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തൊരു സ്ട്രോങ് സെല്ലിങ് നടക്കുവാണെങ്കിൽ അതിപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? നമുക്കറിയാം, ജസ്റ്റ് വെയിറ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി. ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രോങ് സെല്ലിങ് നടക്കുവാണെങ്കിൽ ഒരു ട്രേഡ് എടുക്കാം. ആൻഡ് അപ്പ് സൈഡിലോട്ടും സെയിം കാര്യം, വലിയ മൂവ്മെൻറ്റുകൾ വളരെ സ്ട്രക്ചർ വൈസ് ഇപ്പം ലാസ്റ്റ് വീക്കിലൊക്കെ ഉണ്ടായുള്ള വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഒരു ട്രേഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ, ആൻഡ് ഈവൻ വ്യൂ അതാണ്. ദെൻ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പം ഗ്യാപ്പ് അപ്പിൽ വന്ന സമയത്ത് ഓൾ ടൈം ഹൈ ആണ്, ATHലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നൊക്കെ സെല്ലിങ് നടന്നിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ സെല്ലിങ് നടന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ലെവലിൽ ലൈക്ക് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 1 അവർ ചാർട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ 1 അവർ ചാർട്ടിൽ നമ്മൾ നോക്കുന്ന സമയത്ത്
ഒരു സ്ട്രോങ് അപ്സൈഡ് മൂവ് ദെൻ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ എന്താണ് ഇതൊരു കൺസോൾട്ടേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഈ ഒരു ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ ചെയ്യുന്നതായിട്ട് കാണാം. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണുള്ളത്. അപ്പോൾ ബ്രേക്കൗട്ട് നടക്കാം. ദെൻ മേ ബി റിവേഴ്സലും ഇതുപോലെ റിവേഴ്സൽ വരാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പം നമുക്കത് കൺഫേമേഷൻ അല്ല അല്ലേ. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുക. നല്ല മൂവ്മെൻറ്റ് ഡെഫിനറ്റ്ലി നമുക്ക് തരുന്ന സമയത്ത് നമുക്ക് അഗ്രസീവ്ലി ട്രേഡ് എടുക്കാം. നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഓവറോൾ ഒരു മാസത്തെ ഒരു മന്ത്ലി നമുക്ക് പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ എല്ലാ ദിവസവും ട്രേഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു ട്രേഡ്, നല്ലൊരു ഡയറക്ഷണൽ ട്രേഡ്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വീക്കിൽ എൻ്റെ ടെലഗ്രാം ചാനലൊക്കെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. 0 to ഹീറോ ട്രേഡ് ഇലക്ഷൻ ഡേയിലൊക്കെ അതൊക്കെ നല്ല 3x 2x നമുക്ക് പ്രോഫിറ്റ് തന്ന ട്രേഡുകളാണ്. അപ്പോൾ അതുപോലുള്ള ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ബാക്കിയുള്ള ദിവസം എന്ന് പറയുന്നത് സർവൈവൽ ദിവസമാണ്. നമ്മൾ സർവൈവ് ചെയ്തിരിക്കുക. പല ആൾക്കാരും ഫെയിൽ ആകുന്ന ഇതുപോലുള്ള ദിവസങ്ങളിലാണ്. ക്യാപിറ്റൽ കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്ന റേഞ്ച് മാർക്കറ്റിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാനും കൂടി പഠിക്കാം. ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. ക്യാപിറ്റൽ ഇല്ലെങ്കിൽ നമ്മൾ ട്രേഡർ അല്ല. നമുക്ക് മാർക്കറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ മസ്റ്റാണ്. നല്ല ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. സോ അതാണ് എൻ്റെ എന്താണ് ഒരു സജഷൻ, നിങ്ങളുമായിട്ടുള്ള ഒരു സജഷൻ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ ഒരു നോ ട്രേഡ് ദിവസമാണ് എടുക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വലിയ മൂവ്മെൻറ്റുകൾ വരുന്നുണ്ടെങ്കിൽ മാത്രം ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്യും. ഓക്കെ. സോ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ, താങ്ക് യു.